അമേരിക്കയിലെ ഒരു പ്രമുഖ സംഘടന 30 കോടി രൂപയുടെ അന്താരാഷ്ട്ര പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു പിന്നീട്. എന്നാൽ അതിനേക്കാൾ അത്ഭുതം എന്ന് പറയട്ടെ, ആ 30 കോടി രൂപയിൽ നിന്ന് 1 രൂപ പോലും സ്വന്തമായി സൂക്ഷിക്കാതെ അദ്ദേഹം മുഴുവനായും പാവപ്പെട്ടവർക്കായി ദാനം ചെയ്തു. സൂപ്പർ സ്റ്റാർ രജനികാന്ത് കല്യാണസുന്ദരന്റെ ഈ ജീവിതകഥ കണ്ട് വികാരാധീനനായി. അദ്ദേഹത്തെ തന്റെ പിതാവായി ദത്തെടുക്കാനും തന്റെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പൊന്നുപോലെ നോക്കാനും രജനികാന്ത് ആഗ്രഹിച്ചു. ആദ്യത്തെ ശമ്പളം ലഭിച്ച ആ ദിവസം തന്നെ അദ്ദേഹം എടുത്ത തീരുമാനം കേട്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. ശമ്പളത്തിന്റെ ഒരു ഭാഗമല്ല, മറിച്ച് തന്റെ മുഴുവൻ ശമ്പളവും. നമസ്കാരം. സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് സ്വന്തമായി ഒന്നുമില്ലാതെ മറ്റുള്ളവർക്കായി മാത്രം ജീവിച്ചൊരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളത് വിശ്വസിക്കുമോ? തന്റെ സമ്പാദ്യം മുഴുവനും സമൂഹത്തിന് ദാനം ചെയ്ത ആ മഹാനുഭാവനെ സ്വന്തം പിതാവായി ദത്തെടുക്കാൻ നമ്മുടെ തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ നമ്മുടെ രജനികാന്ത് വരെ ആഗ്രഹിച്ചു. എന്നാൽ ആ ഒരു വലിയ ഓഫർ പോലും വളരെ വിനയപൂർവ്വം നിരസിച്ചുകൊണ്ട് സാധാരണക്കാരനായി ജീവിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ആ മനുഷ്യൻ ആരാണെന്നറിയാമോ? അതാണ് പത്മശ്രീ പാലം കല്യാണസുന്ദരം. 1940 തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലുള്ള മേലകരിവേലകുളം എന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. റോഡോ വൈദ്യുതിയോ സ്കൂളോ അതൊന്നുമില്ലാതിരുന്ന ഒരു സാധാരണ ഗ്രാമമാണ് മേലകരിവേലകുളം. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അമ്മയുടെ തണലിലാണ് അദ്ദേഹം വളർന്നത് തന്നെ. അമ്മ പറഞ്ഞു, മകനെ, നീ കഴിയുന്നത്ര മറ്റുള്ളവരെ സഹായിക്കണം. ആ അമ്മ പകർന്നു നൽകിയ ഈ ഒരൊറ്റ ഉപദേശമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ദൗത്യമായി മാറിയത്. പഠിക്കാൻ വേണ്ടി ദിവസവും 20 കിലോമീറ്ററോളം നടന്നായിരുന്നു അദ്ദേഹത്തിന്റെ പഠനയാത്ര. ഒറ്റയ്ക്കുള്ള ഈ ദീർഘയാത്ര ഒരുപാട് ബുദ്ധിമുട്ടായപ്പോൾ ഗ്രാമത്തിലെ മറ്റു കുട്ടികളെയും കൂടെ കൂട്ടാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. എന്നാൽ കയ്യിൽ 5 രൂപ പോലും സ്കൂൾ ഫീസ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തത് കൊണ്ട് പല കുട്ടികളും സ്കൂളിൽ വരാൻ മടിച്ചു നിൽക്കുന്ന ആ സമയത്ത് അത് കണ്ട് കല്യാണസുന്ദരം അത്രയും കുട്ടികളുടെ ഫീസും പുസ്തകങ്ങളും വസ്ത്രങ്ങളും സ്വന്തം ചെലവിൽ ഏറ്റെടുത്തു. അവിടെ നിന്നായിരുന്നു ആ മനുഷ്യസ്നേഹിയുടെ ജീവകാരുണ്യ യാത്രയുടെ തുടക്കം എന്ന് പറയാം. പഠനത്തിൽ അതീവ മിടുക്കനായിരുന്ന അദ്ദേഹം സാഹിത്യത്തിലും അതുപോലെ തന്നെ ചരിത്രത്തിലും ബിരുദവും ലൈബ്രറി സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടി സ്വർണ്ണ മെഡലോടെയാണ് പൂർത്തിയാക്കിയത്. തുടർന്ന് തൂത്തുക്കുടി ജില്ലയിലെ കുമാരഗുരുപര ആർട്സ് കോളേജിൽ അദ്ദേഹം ലൈബ്രറിയനായി ജോലിയിൽ പ്രവേശിച്ചു. അവിടെയും അദ്ദേഹം ഒരു വലിയ അത്ഭുതം സൃഷ്ടിച്ചു കേട്ടോ. ആദ്യത്തെ ശമ്പളം ലഭിച്ച ആ ദിവസം തന്നെ അദ്ദേഹം എടുത്ത തീരുമാനം കേട്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. ശമ്പളത്തിന്റെ ഒരു ഭാഗമല്ല, മറിച്ച് തന്റെ മുഴുവൻ ശമ്പളവും അനാഥാർക്കും നിർധനരായ വിദ്യാർത്ഥികൾക്കും നൽകാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. തുടർച്ചയായി 35 വർഷക്കാലമാണ് അദ്ദേഹം ഈ തീരുമാനം തെറ്റിക്കാതെ കൊണ്ടുപോയത്. 1 രൂപ പോലും സ്വന്തം കാര്യത്തിനായി ആ ശമ്പളത്തിൽ നിന്ന് എടുത്തേയില്ല അദ്ദേഹം. പകരം തന്റെ സ്വന്തം ചെലവുകൾക്കായി ഒഴിവു സമയങ്ങളിൽ ഹോട്ടലുകളിലും അലക്കുകടകളിലും ഒക്കെ അധികമായി ജോലി ചെയ്താണ് അദ്ദേഹം ജീവിച്ചത് തന്നെ. 35 വർഷത്തെ സേവനത്തിന് ശേഷം 1998 അദ്ദേഹം വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് പെൻഷനായി ലഭിച്ചത് 10 ലക്ഷം രൂപയാണ്. ആ പണം മുഴുവനായി അദ്ദേഹം അനാഥർക്കായി ദാനം ചെയ്തു. തനിക്ക് ലഭിച്ച പൂർവിക സ്വത്തുക്കളും പൊതുപ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം നൽകി. വിരമിച്ച ശേഷവും അടങ്ങിയിരിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല. ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ ചെറിയ വരുമാനവും അദ്ദേഹം പിന്നീട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഈ അത്യപൂർവമായ ത്യാഗ മനസ്സ് കണ്ട അമേരിക്കയിലെ ഒരു പ്രമുഖ സംഘടന 30 കോടി രൂപയുടെ അന്താരാഷ്ട്ര പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു പിന്നീട്. എന്നാൽ അതിനേക്കാൾ അത്ഭുതം എന്ന് പറയട്ടെ, ആ 30 കോടി രൂപയിൽ നിന്ന് 1 രൂപ പോലും സ്വന്തമായി സൂക്ഷിക്കാതെ അദ്ദേഹം മുഴുവനായും പാവപ്പെട്ടവർക്കായി ദാനം ചെയ്തു. സ്വന്തമായി ലഭിച്ച തുക മുഴുവൻ ദാനം ചെയ്ത ലോകത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം മാറി. 2012 സൂപ്പർ സ്റ്റാർ രജനികാന്ത് കല്യാണസുന്ദരന്റെ ഈ ജീവിതകഥ കണ്ട് വികാരാധീനനായി. അദ്ദേഹത്തെ തന്റെ പിതാവായി ദത്തെടുക്കാനും തന്റെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പൊന്നുപോലെ നോക്കാനും രജനികാന്ത് ആഗ്രഹിച്ചു. എന്നാൽ എനിക്ക് ലളിതമായ ജീവിതം തുടരാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് ആ വലിയ ക്ഷണം അത് അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. അതിലൊരു പക്ഷെ അദ്ദേഹം പറഞ്ഞ കാരണം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോടുള്ള ബഹുമാനം ഇരട്ടിക്കുന്നത്. ഒരുപക്ഷെ ഒരു കുടുംബം ഉണ്ടായാൽ അതിനായി പണം ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് ആ തുക കൂടി എനിക്ക് സമൂഹത്തിന് നൽകാം എന്ന് കരുതി അതാണ് അദ്ദേഹം വിവാഹം പോലും കഴിക്കാതിരുന്നത് അത്രേ. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ വലിയ മനസ്സിനെ ആദരിച്ചു. ഐക്യരാഷ്ട്രസഭ UN അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച സേവകരിൽ ഒരാളായി പ്രശംസിച്ചു. ഭാരത സർക്കാർ 2023 രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ
പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അതുകൂടാതെ പാലം എന്ന പേരിൽ ഒരു സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ സ്ഥാപിച്ചുകൊണ്ട് ഇന്നും അനേകമായിരങ്ങൾക്ക് അദ്ദേഹം താങ്ങും തണലുമായി തുടരുകയാണ്. സമ്പത്ത് സ്വരൂപിക്കുന്നതിലല്ല, അത് അർഹരിലേക്ക് എത്തിക്കുന്നതിലാണ് ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച മഹാനായ ഒരു മനുഷ്യൻ. പാലം കല്യാണസുന്ദരന്റെ ഈ പ്രചോദനാത്മകമായ ജീവിതം നിങ്ങളിൽ ചെറിയ ഒരു വെളിച്ചമെങ്കിലും, ഒരു ചെറിയ മാറ്റമെങ്കിലും പകർന്നു നൽകാൻ കഴിഞ്ഞുവെങ്കിൽ ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും തീർച്ചയായും നിങ്ങൾ എത്തിക്കണം. അതിനായി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. സഹജീവികളെ സ്നേഹിക്കുക, സഹായിക്കുക, ലോകം നന്മയുള്ളതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.